നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേട്ടുകൊണ്ടിരുന്നൊരു വാർത്തയായിരുന്നു UAE-യിൽ കനത്ത മഴ, ബഹറിൽ മഴ, ഒമാനിൽ 18 പേർ മരിച്ചു. ഇങ്ങനെയുള്ള മഴക്കെടുതികളെക്കുറിച്ചുള്ള വാർത്തകൾ ഗൾഫ് നാടുകളിൽ നിന്ന് നിരന്തരം വരികയായിരുന്നു. എന്നാൽ അതിനൊരു മാറ്റമുണ്ടായിരിക്കുന്നു. മഴ പൂർണ്ണമായും മാറിയെന്ന് ഞങ്ങളുടെ ദുബായ് ബ്യൂറോ അറിയിക്കുന്നു. ഏതാണ്ട് UAE-യിൽ ആശങ്ക ഒഴിഞ്ഞു എന്ന് വേണം കരുതാൻ. നഗരത്തിലെ വെള്ളക്കെട്ട് നീക്കാനുള്ള നടപടികളും UAE-യിൽ പുരോഗമിക്കുകയാണ്. ദുബായ് എയർപോർട്ടിൻ്റെ 1ാമത്തെ ടെർമിനൽ ഭാഗികമായി തുറന്നുവെന്ന ആശ്വാസകരമായ വാർത്തയും ഇപ്പോൾ ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അരുൺ പാറാട്ട് ദുബായിൽ നിന്നും തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഇതൊരു നല്ല ആശ്വാസമുള്ള വാർത്തയാണല്ലോ. നെടുമ്പാശ്ശേരിയിൽ തന്നെ പല ഫ്ലൈറ്റുകളും റദ്ദ് ചെയ്യുകയോ അല്ലെങ്കിൽ താമസിപ്പിച്ച് സർവീസ് നടത്തുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് UAE-യിൽ? ഗുഡ് മോർണിംഗ്. ആശ്വാസത്തിന്റെ വാർത്തയാണ് ദുബായിൽ നിന്ന് വരുന്നത്. റെക്കോർഡ് മഴ ലഭിച്ച ശേഷം ഇന്നലെ മുഴുവൻ മഴ മാറി ആകാശം തെളിഞ്ഞ നിലയിലായിരുന്നു. ഇന്നും അതേ അവസ്ഥ തന്നെയാണ്. അസ്ഥിര കാലാവസ്ഥ അവസാനിച്ചുവെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്നലെ മുഴുവൻ മഴ മാറിയെന്നത് ഇവിടെ എല്ലാം രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ മഴ ബാക്കിയാക്കിയ ദുരിതങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം. സൂചിപ്പിച്ചതുപോലെ ദുബായിലേക്കുള്ള വിമാന സർവീസുകളെയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ദുബായ് ബസ്, ദുബായ് മെട്രോ സർവീസുകളെയും എല്ലാം മഴ വളരെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പഴയ തോതിൽ പൂർണ്ണമായും ഇതുവരെ പുനരാരംഭിക്കാനായിട്ടില്ല. ടെർമിനൽ 1-ൽ നിന്ന് വിമാന സർവീസ് ഭാഗികമായി തുടങ്ങിയിട്ടുണ്ട് എന്ന് ദുബായ് വിമാനത്താവള അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും പല വിമാനങ്ങളും ഇപ്പോഴും വൈകി തന്നെയാണ് സർവീസ് നടത്തുന്നത്. പല വിമാന സർവീസുകളും റദ്ദാക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നും കേരളത്തിൽ നടക്കമുള്ള പല വിമാന സർവീസുകളും വൈകി ഓടാനോ അല്ലെങ്കിൽ റദ്ദാക്കാനോ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എമിറേറ്റ്സ് എയർലൈൻ യാത്രക്കാർക്കുള്ള ചെക്ക് ഇൻ നടപടികൾ നിർത്തിവെച്ചിരുന്നു. ഇത് ഇന്നലെ അർദ്ധരാത്രി വരെയായിരുന്നു നിർത്തിവെച്ചത്. ഇതിപ്പോൾ സമയം നീട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പ്രാദേശിക സമയം ഇവിടെ 9 മണി വരെ ഈ ഒരു ചെക്ക് ഇൻ നടപടികൾ നിർത്തിവെച്ച് തുടരുമെന്നാണ് എമിറേറ്റ്സ് എയർലൈൻസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. 20 മണിക്കൂറിലധികമായി എയർപോർട്ടുകളിൽ കുടുങ്ങിയ യാത്രക്കാരുണ്ട് എന്നുള്ളതാണ്. ദുബായ് മെട്രോ പൂർണ്ണ തോതിൽ ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. മെട്രോയുടെ റെഡ് ലൈനിൽ സെന്റർ പോയിന്റ് മുതൽ അതോടൊപ്പം തന്നെ ബിസിനസ് ബേ വരെയും ജബലലി സ്റ്റേഷനിൽ നിന്ന് എക്സ്പോ 2020 വരെയും ഈ 2 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഭാഗികമായി സർവീസ് നടത്തുന്നത്. RT ആണ് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇന്ന് മെട്രോയുടെ പ്രവർത്തനം പൂർണ്ണ തോതിൽ ആകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. പക്ഷേ ട്രാം സർവീസുകൾ ഇന്നലെ തന്നെ സാധാരണ നിലയിലേക്ക് മാറിയിട്ടുണ്ട്. രാജ്യമെങ്ങും വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രി വൈകിയും ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ എല്ലാം തന്നെ വലിയ ഊർജിതമായിരുന്നു. 100 കണക്കിന് ടാങ്കുകൾ എത്തിച്ച് വെള്ളം നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ ഇപ്പോഴും തുടരുകയാണ്. ദുബായിൽ ടണലുകളിൽ നിറഞ്ഞ വെള്ളമടക്കം നീക്കം ചെയ്തിട്ടുണ്ട്. വിവിധ മേഖലകളിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്ന് RT അറിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, മഴയിൽ മലയാളികളുടെ ഉൾപ്പെടെ നിരവധി ആളുകളുടെ വാഹനങ്ങളിൽ വെള്ളം കയറി നശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ റോഡരികിൽ ഇങ്ങനെ വെള്ളം കയറിയതിനെ തുടർന്ന് നിർത്തിയിട്ട വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്ന് ദുബായ് പോലീസ് ഇന്നലെ തന്നെ ഉടമകളോട് അറിയിച്ചിട്ടുണ്ട്. പലയിടത്തും കടകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി ആളുകൾക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുണ്ടാവുക. നഷ്ടത്തിന്റെ തോത് നമുക്ക് വരും മണിക്കൂറുകളിൽ ഉൾപ്പെടെ അറിയാൻ സാധിക്കുകയുള്ളൂ. അജ്മാനിലും ഷാർജയിലും ഒക്കെ വീടുകളിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറിയതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഷാർജയിലാണ് പ്രധാനമായും വെള്ളക്കെട്ട് രൂക്ഷം. ഇവിടെ ഇപ്പോഴും വെള്ളം നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ തുടരുകയാണ്. പല കമ്പനികളുടെയും വെയർ ഹൗസുകൾ അടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ മഴ മാറിയെങ്കിലും മഴ ബാക്കി വെച്ച ദുരിതങ്ങളാണ് ഇവിടെ ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്തായാലും വെള്ളം വളരെ പെട്ടെന്ന് തന്നെ നീക്കി ജനജീവിതം സാധാരണ നിലയിൽ എത്തിക്കാനായി ദ്രുതഗതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഇന്ന് ഇപ്പോൾ നല്ല വെയിലുണ്ട്, അന്തരീക്ഷം തെളിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ന് ഉച്ചയോടുകൂടി ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. രാജ്യത്തെ സ്കൂളുകളടക്കം ഓൺലൈനായി തന്നെയാണ് തുടരുക. സർക്കാർ ജീവനക്കാർക്ക് ഇന്നും വർക്ക് ഫ്രം ഹോം ആണ്. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും UAE-യിൽ മഴ മാറി നിൽക്കുന്നു, ആശങ്ക ഒഴിയുന്നു എന്ന നല്ല വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല, ഈ 2-3 ദിവസങ്ങളായുള്ള ദുരിത പെയ്ത്തിൽ നിന്ന് പൂർണ്ണമായും അവിടുത്തെ ആളുകൾക്ക് മുക്തി നേടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പല വിമാനങ്ങളും ലേറ്റായിട്ടാണ് സർവീസ് നടത്തുന്നത്.